നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ജനാധിപത്യവും മതേതരത്വവും നിയമവാഴ്ചയും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് പോലും ഈ സ്വന്തം പൗരന്മാരോട് നടക്കുന്ന നിരന്തരമായ കയ്യേറ്റങ്ങളുടെ കഥയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും അറിയാനും വായിക്കാനും കഴിയുന്നത്. അക്രമി ഭരണകൂടങ്ങളുടെ അക്രമത്തിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തടവറയിൽ പൂട്ടപ്പെട്ടവർ, അതുപോലെ തന്നെ സാമൂഹിക തിന്മകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവരുടെ കുടുംബങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടവർ, അതിന്റെ പേരിൽ നിരാലംബരായ നിസ്സഹായരായ നമ്മുടെ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മുടെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും മക്കൾ പൂമ്പാറ്റകളെപ്പോലെ പുത്തനുടുപ്പുകളിട്ട് പാറി നടക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടച്ചിട്ട മുറിയുടെ ജനാല തുറന്ന് അതിലൂടെ കടന്നു പോകുന്ന പോലീസിന്റെയും പട്ടാളത്തിന്റെയും വണ്ടിയുടെ ടയറുകൾ എണ്ണി പെരുന്നാൾ തീർക്കേണ്ടി വരുന്ന ബാല്യങ്ങളെ കുറിച്ചും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും വിശ്വാസമൊന്നാണ്, അവരുടെയും ഞങ്ങളുടെയും ഹൃദയത്തിൽ പേറുന്ന വികാരമൊന്നാണ്. അല്ലാഹു റബ്ബുനാ വ മുഹമ്മദുൻ റഈമുനാ വൽ ഖുർആനു ദസ്തൂറുനാ വൽ മൗതു ഫീ സബീലില്ലാഹി അഖ്ലാ അമാനീനാ. ഞങ്ങളുടെ അല്ലാഹു ഒന്നാണ്, ഞങ്ങളുടെ റബ്ബ് നേതാവ് മുഹമ്മദ് നബിയാണ്, ഞങ്ങളുടെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഞങ്ങളുടെ മരണം, ഏറ്റവും പ്രിയപ്പെട്ട മരണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണമാണെന്ന് കൊതിക്കുന്നവരാണ് ലോകത്തിലെ ഓരോ വിശ്വാസിയും. നാഥാ, ഞങ്ങൾ ഈ ദുരില്ലാഹുവെ നിന്റെ മാർഗത്തിൽ നീതിക്കു വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ പിന്തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളകപ്പെട്ട എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. ഒന്നുകൂടി പ്രിയമുള്ള സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. ഈ പെരുന്നാൾ ദിവസം നമ്മിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ളതല്ല, നമ്മിൽ നിന്നത് വികസിക്കുവാനുള്ളതാണ്. ഒരിക്കലും മനുഷ്യരെ തമ്മിൽ അകറ്റുവാൻ ശ്രമിക്കുകയാണ് തിന്മയുടെ ശക്തികളെങ്കിൽ മനുഷ്യരെ കൂട്ടിയിണക്കാനുള്ള അവസരമായി ഇതിനുപയോഗപ്പെടുത്തുകയാണ് നന്മയുടെ ശക്തികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് അയൽപക്കങ്ങളിലേക്ക്, ഇതര സമൂഹങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ പ്രസരിപ്പിക്കുമ്പോഴാണ് അത് പെരുന്നാളും ഇസ്ലാം ആഗ്രഹിക്കുന്ന സന്തോഷവുമായി മാറുന്നത് എന്ന് കൂടി നമ്മൾ അറിയുക. അതുകൊണ്ട് ഈദ് നമസ്കാരത്തിന് ശേഷം നമ്മളുടെ കൈകൊടുക്കലുകൾ നിർമ്മലമാകട്ടെ, ഹൃദ്യമായ ഊഷ്മള ബന്ധത്തിന്റെ പ്രഖ്യാപനമാകട്ടെ. നമ്മുടെ ആശ്ലേഷണങ്ങൾ ഹൃദയത്തിൽ ഒരു മറയുമില്ലാത്ത ശുദ്ധമായ ബന്ധത്തിന്റെ പ്രഖ്യാപനങ്ങളാകട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു വിശ്വാസി സമൂഹത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ലാ തശ്വി ഖൽകനാ ബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.